നമ്മൾ തേടിപ്പോകുന്ന, നമ്മൾ സിയാറത്ത് ടൂറായി ഓടിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഉള്ളാൾ ദർഗ മുതൽ തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചി വരെ കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജാറങ്ങൾ തേടി നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ, സ്നേഹത്തോടെ ചോദിക്കണം, ഏതെങ്കിലും മഖ്ബറയിലെ ഒരു ശൈഖിന് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി ഉത്തരം നൽകാൻ സാധിക്കുമോ? കഴിയില്ല. സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? അവര് പോലും കിടന്നു കൊടുത്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ജീവിതകാലത്ത് രോഗം ബാധിച്ച മഹാന്മാരുണ്ടായിട്ടുണ്ട്, ഉറക്കം പിടിച്ചവരുണ്ട്, മറവി ബാധിച്ചവരുണ്ട്, കാഴ്ച ശക്തിയില്ലാതെ കണ്ണട വെച്ച് നടന്ന ആളുകളുണ്ട്, ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാതെ പോയവരുണ്ട്, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയാതെ കൈപിടിച്ചു നടത്തിയവരാണ്. നിങ്ങൾ ഈ പറഞ്ഞ ദർഗകളിലൂടെ എല്ലാമുള്ള യാത്രയിൽ നിങ്ങൾ വിചാരിക്കുന്ന മഹാന്മാർ അവർ സൃഷ്ടികളാണെന്ന് പറഞ്ഞു. ഇന്ന് മാത്രമാണോ ഖബറുകളിൽ കിടക്കുന്നത് ആരാ എന്ന് പോലും അറിയാത്ത അവസ്ഥ? ശരിയല്ലേ? അവിടെ പോയിട്ട് സങ്കടങ്ങൾ അല്ലേ? എത്രയോ അടുത്ത കാലത്ത് നടന്ന സിയാറത്ത് ടൂറുകളിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉപ്പൂപ്പ ഞങ്ങളെ കാണുന്നില്ലേ, ഉപ്പൂപ്പ ഞങ്ങളെ രക്ഷിക്കണം, ഉപ്പൂപ്പ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഏത് ഉപ്പൂപ്പ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉപ്പൂപ്പ, നിങ്ങളല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ ആരുമില്ല. ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്ത് പോയിട്ട് ഉമ്മച്ചി ഉമ്മച്ചി വിളിച്ചു പറഞ്ഞ പാട്ടുകൾ തന്നെ കേട്ടു നോക്കൂ നിങ്ങൾ. എല്ലാ സങ്കടങ്ങളും വിട്ടു പറഞ്ഞുകൊണ്ടിരിക്കുക. മുനമ്പത്ത് ബീവിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അവിടെ ചെന്ന് അവിടുത്തെ കർമ്മങ്ങൾ നടത്തി പൈസ ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി പോരുമ്പോ ഒന്നാലോചിച്ച് നോക്ക്, ആരാ മുനമ്പത്ത് ബീവി? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് മരക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവിന്റെ പേരറിയില്ല, മുനമ്പത്ത് ബീവിന്റെ ഊരറിയില്ല, അഡ്രസ് അറിയില്ല. ഈ മനുഷ്യൻ ഈ ജനാസ ഒരു മുസ്ലിമിൻ്റെതാണോ എന്ന് പോലും അറിയില്ലെന്ന് അവിടുത്തെ ചരിത്രഗ്രന്ഥം പറഞ്ഞിട്ട് പോലും വീണ്ടും ജനങ്ങൾ അവിടെ കൊണ്ടെത്തിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് മടക്കി വിടുമ്പോ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്, എത്ര വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെ കുപ്പസ്വാമി എന്നും ദാമോദരൻ എന്നും വിളിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇന്നും ജീവിച്ചിരിപ്പുള്ള കോഴിക്കോട് ജില്ലയിലെ സമുന്നതനായ വലിയ ഒരു പണ്ഡിതൻ പറഞ്ഞു, അത് ദാമോദരനല്ല, അത് കുപ്പസ്വാമിയല്ല, അത് നമ്മളെ ആളാണെന്ന് പറഞ്ഞ് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞ് പേരിട്ടവിടെ ജാറം മൂടിക്കൊണ്ടിരിക്കുന്നു, പെട്ടി വന്നുകൊണ്ടിരിക്കുന്നു, ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആരെടുത്താണ് പോയി പറയുന്നത്? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചെല്ലുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് നടക്കുന്നത് ഒരു ഖബറിന്റെ ചാരത്താണ്. ആ ഖബറിന്റെ ഔലിയയുടെ പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു എന്നാണ്. പേര് മുട്ടും തല ഔലിയ. എന്തേ പേര് ഫുള്ളില്ല, ആള് 2 അവയവ കിട്ടിയത്, ഒരു മുട്ടും ഒരു തലയും കിട്ടി, അതുകൊണ്ട് പേരങ്ങടിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഇന്നുണ്ട്, നിങ്ങൾ പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്ക്. അവിടേക്ക് എത്തിപ്പെടുന്ന മനുഷ്യരാലോചിച്ച് നോക്ക്, ഇവർ എന്റെ പ്രാർത്ഥന കേട്ട്, എന്റെ സങ്കടം കേട്ട്, ഞാൻ പറയുന്നതെല്ലാം, എനിക്ക് വേണ്ടതെല്ലാം തരാൻ ഈ മഹാന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ദർഗകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ഉറൂസ് മാമാങ്കങ്ങൾ, ആനയും അമ്പാരിയും ചാടിക്കളിയും പേക്കൂത്തുകളും നടത്ത് ഈ സമൂഹത്തിന്റെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ എന്തിന്റെ പേരിലാ? അവരോടൊക്കെ പ്രാർത്ഥിക്കാം, അവരൊക്കെ മഹാന്മാരാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. എങ്കിൽ തെളിവുകൾ അവർക്കെതിരാണ്, ഇത് ചെയ്യുന്ന ആളുകൾക്ക് എതിരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എതിരാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ ആരെങ്കിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയൂല. വലാ അൻഫുസഹും യൻസുറൂൻ, സ്വന്തത്തെ തന്നെ സഹായിക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിയൂല. അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ പറ്റൂല. അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന പരിഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു നബിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു സഹാബിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫലസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. വലിയ ഖാളി ഇമ്പിച്ചിക്കോയ തങ്ങൾ അതിന് അർത്ഥം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ നിങ്ങളെപ്പോലെയുള്ള ദാസന്മാര് മാത്രമാണ്, അവർ അടിമകളാണ്.
ആരാണെങ്കിലും അടിമകളാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, അവർ ഉത്തരം ചെയ്യട്ടെ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളൊന്ന് അവര് പ്രാർത്ഥിച്ചിട്ട് അവര് ഉത്തരം ചെയ്യുന്ന രംഗം നിങ്ങൾ കാണിക്കുന്നു. സാധ്യമല്ല, കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ നമ്മൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് സൃഷ്ടികളിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാവുക? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിക്കാനാ ഒരു പ്രവാചകർ വന്നത്. പിന്നെ ആ പ്രവാചകരോട് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക? ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുവെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഈ സംസാരത്തിന്റെ ഒരു ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുക, ഇനിയും ഇത്തരം ചൂഷണങ്ങളിൽ, ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നവരുണ്ടെങ്കിൽ പല മക്കാമുകളെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. മക്ബറകളിൽ വരെ മോഷണം നടക്കുന്നു. അവിടെ നടക്കുന്ന മോഷണം പോലും കൺട്രോൾ ചെയ്യാൻ പാകല്ല. പിന്നല്ലേ നമ്മൾ നഷ്ടപ്പെട്ടത് കിട്ടുക, പിന്നല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുക. ഞാൻ ഉദാഹരണം വായിക്കാം. നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, പെരിങ്ങത്തൂര്, കോഴിക്കോടാ, പെരിങ്ങത്തൂർ. വാർത്ത 1996 ജനുവരി മാസം 16-ാം തീയതി ഒരു ചന്ദ്രിക ദിനപത്ര, ലീഗിന്റെ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളിയിൽ ഷെയ്ഖ് അലിയുൽ കൂഫി തങ്ങളുടെ മഖബറയിൽ ശനിയാഴ്ച രാത്രി മോഷണം നടന്നു. എന്തുണ്ടായത്? 2 ഭണ്ഡാര പെട്ടികളിൽ നിന്നായി സുമാർ 1.5 ലക്ഷത്തിലധികം രൂപ കളവ് പോയതായി പറയുന്നു. കൊണ്ടുപോയി ഇട്ടുകൊടുത്ത പൈസയാണത്, അത് പോയി. മഖബറയുടെ തെക്കുഭാഗത്തെ വാതിലിന്റെ അടിഭാഗത്തെ പലക നീക്കി വളരെ സമർത്ഥമായാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പരാതിയെ തുടർന്ന് ചൊക്ലി എസ് ഐ, പാനൂർ CI, തലശ്ശേരി SP തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കുറ്റവാളികളെ പിടികൂടാൻ തീവ്ര ശ്രമം നടത്തി വരികയാണ്. ആര്? ഔലിയാക്കന്മാരല്ല, മക്കാമുള്ള ആൾക്കാരല്ല, പോലീസ്. കണ്ണൂരിൽ നിന്നെത്തിയ രൂപ എന്ന പോലീസ് നായ മണം പിടിച്ച് പല ഭാഗത്തും ഓടിയെങ്കിലും സംശയാസ്പദമായി ആരെയും പിടികിട്ടിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മക്ബറയുടെ പുറത്തെ പെട്ടിയിൽ നിന്ന് കളവ് നടത്തിയിരുന്നു. പുറത്തുനിന്ന് വേറെ പോയിരുന്നു. എന്നിട്ട് നമ്മളെ വീട്ടിലെ പാദസരം കാണാനല്ല, വാച്ച് കാണാനല്ല, കുട്ടിക്ക് കല്യാണം ശരിയാകണില്ല എന്ന് പറഞ്ഞ് പോണത് കൊടുക്കാം. ആ മക്ബറകളിലേക്കാണ് പോണത്. ഞാൻ ഒന്നുകൂടി വായിച്ചരാ. മക്കാമിൽ കള്ളം കയറി. കണ്ണൂർ സിറ്റിയിലെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ മക്കാമിൽ കള്ളം കയറി ഭണ്ഡാരം പൊളിച്ച് 25,000 രൂപയോളം കവർന്നു. മലബാറിൽ പ്രസിദ്ധമായ മക്കാമുകളിൽ ഒന്നാണിത്. മക്കാമിനോടനുബന്ധിച്ച് വിശ്രമ മുറിയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മച്ചിൽ പുറത്തുകൂടെ മൗലയുടെ ജാറം സ്ഥിതി ചെയ്യുന്ന മുറിയിലേക്ക് കയറ് കെട്ടി ഇറങ്ങിയാണ് ഭണ്ഡാരം പൊളിച്ചതെന്ന് സംശയിക്കുന്നു. ക്ലിയർ അല്ല. വിശ്രമ മുറിയുടെ പൂട്ട് പൊളിച്ച നിലയിലാണ് കയർ കെട്ടി തൂക്കിയതായും കാണുന്നുണ്ട്. നല്ല കള്ളന ചെളിവൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. മലയാള മനോരമ 1997 മാർച്ച് 4. എത്ര വാർത്തകളുണ്ട്. ഇനി ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ ജാറങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്, നിങ്ങൾ പോയിട്ടുണ്ടാവില്ലല്ലേ? പോയ ആളുകളോട് ചോദിച്ചൊക്കെ പുറത്തൊരു ബോർഡുണ്ടാകും, സ്ത്രീകൾ നിങ്ങളുടെ വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് സൂക്ഷിക്കുക. അത് പോയ നമ്മൾ ഉത്തരവാദിയല്ല. വേറെ ചിലപ്പോൾ എഴുതിണ്ടാവും, പുറത്ത് എഴുതിണ്ടാവും, ഈ മക്ബറയും പരിസരവും CCTV നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞില്ലേ? യാതൊരു വകുപ്പില്ലാണ്ടാണ് ഈ സാധുക്കൾക്ക് എന്നാ പറയണ പോരിഷണം ഞാൻ വായിക്കാൻ സമയമല്ല. ഓരോ പത്ര കട്ടിങ്ങളിൽ അവിടെ കൊടുത്ത കറാമത്ത് കഥ, പേവശവാദം മാറ്റിത്തരും, നിങ്ങളെ ഏത് ടെക്നോളജി കണ്ടെത്താത്ത രോഗം മാറ്റിത്തരും എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒരു പാകമില്ലാതെ കിടക്കാണ്. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചറബ് നൽകിയിട്ടുള്ള മഹത്തരമായ ഈ സന്ദേശത്തെ നമ്മൾ പഠിക്കാൻ ഇനി സന്നദ്ധരായില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടും. സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടുന്ന രംഗം വന്ന സമയത്ത് എത്ര എതിർപ്പായി. ഇതൊക്കെ മഹാപിഴവാണ്, അവരെങ്ങും അങ്ങനെ പോകാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല, ഹറാമിന്റെ ഫത്വ കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇന്നൊന്നും ഇങ്ങനെ യാത്ര പോട്ടെ, കോഴിക്കോട് അങ്ങനെ പോട്ടെ, അങ്ങനെ പാലക്കാട് മലപ്പുറം വരെ പോയി നോക്കിയും ഇടക്കിടക്ക് ബോർഡ് കാണാം, പുട്ടിന് തേങ്ങിടുന്ന പോലെ. യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എവിടുന്നത് വന്ന്? ഇനി ശ്രദ്ധിച്ചോളി, അടുത്ത വാക്ക്. മക്ബറകളിൽ ചെന്ന് നോക്ക്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവൂല യാത്രക്കാരായ സ്ത്രീകൾക്ക് പണമിടാനുള്ള സ്ഥലം ഉണ്ടാവൂല. അവിടെ ഒറ്റ ബോർഡ് ഉണ്ടാവുള്ളൂ, സ്ത്രീകൾക്ക് പണമിടാനുള്ള സ്ഥലം. അവിടെ യാത്രക്കാർ വന്നാൽ മുതലാവൂല, എല്ലാവർക്കും കിട്ടണം. ഇനിയെങ്കിലും ഞാൻ എത്ര പറഞ്ഞു, ഇനിയെങ്കിലും പടച്ചോണി എന്താണ് ഈ പറയണത്, വല്ലതുമുണ്ടോ? ഇത് ചിന്തിക്കേണ്ടതുണ്ടോ? ആര് പ്രസ്ഥാനം ആരോ ആകട്ടെ, പണ്ഡിതനാരോ ആകട്ടെ, സംസാരിക്കുന്ന ആരോ ആകട്ടെ, വിഷയം എന്താണ്, കാര്യം എന്താണ്, പറഞ്ഞ കണ്ടന്റ് എന്താണ്, ആർക്കു വേണ്ടിയാണ് എന്റെ സുഹൃത്തുക്കളെ? അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? ഈ ലോകത്തുനിന്ന് അവസാനമായി വിട പറഞ്ഞു പോകുന്ന ഒരു രംഗം നമുക്കൊക്കെ വരുമ്പോ സംഘടനയുടെ നേതാക്കന്മാര് വരാനുണ്ടോ? രാഷ്ട്രീയ പൗരന്മാര് വരാനുണ്ടോ? ഭരണാധികാരികൾ വരാനുണ്ടോ? സമ്പത്ത് വരാനുണ്ടോ? ആരുമാരും കൂടെ പോരാനില്ലാത്തൊരു ദിവസം വരാനില്ലേ?